ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11.5 സെന്റ് സ്ഥലവും ഒരു വീടുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഫ്രണ്ടില് നിങ്ങളിതൊരു മതിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടുന്നാണ് അതിലിങ്ങനെ തുടങ്ങുന്നത്. ഇതിങ്ങനെ ബാക്കിലേക്ക് ഒരേ ലൈനായിട്ട് ബാക്കിലേക്ക് പോവുകയാണ്. മുറ്റ കണ്ടില്ല, നല്ല വിശാലമായിട്ട് കിടക്കുകയാണ്. ഇഷ്ടം പോലെ സൗകര്യമാണ്. ഈ കാണുന്ന വീടാണ്, നല്ല ഭംഗിയുള്ള ഒരു വീട്. ഈ സൈഡിലും കണ്ടില്ല, മതിൽ നമുക്ക് കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. നമ്മൾ ആ ഫ്രണ്ടില് തുടക്കത്തിൽ കണ്ടില്ല റോഡ്, അത് നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത് കേട്ടോ. വെറും ഒരു 200-250 മീറ്റർ ദൂരമാണ് ഹൈവേയിലേക്കുള്ളത്. ഹൈവേന്റെ അടുത്ത് കിടക്കുന്ന ഒരു വീടാണ്. 11.5 സെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പച്ചക്കറി നടാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട്. നമ്മുടെ ഈ സ്ഥലത്ത് തെങ്ങുണ്ട്, അതുപോലെ ഒരു 5-6 മാവുകൾ, വെറൈറ്റി മാവുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളായ സീതപ്പഴുണ്ട്, അതുപോലെ സപ്പോട്ട, പേര, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ഉണ്ടില്ല, നല്ല മാവൊക്കെ ഉണ്ടില്ല. നമ്മള് ഇതൊരു സീതപ്പഴത്തിന്റെ മര കാണുന്നത്, ഇതിലൊക്കെ ഉണ്ടില്ല, നല്ല കാഴ്ച നിൽക്കുന്നത്. നമ്മുടെ ഈ വീടുള്ളത് വയനാട് ജില്ലയില് ചുണ്ടയിലാണ്. ചുണ്ടയിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. നമുക്കറിയാം, താഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ചുരം കയറി കഴിഞ്ഞാൽ, വൈത്തിരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജംഗ്ഷനാണ് ഈ ചുണ്ട വരുന്നത്. ചുണ്ടയിലാണ് നമ്മളെ വീടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്താണ് ഈ വീടുള്ളത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ആരാധനാലയങ്ങളുണ്ട്, അതുപോലെ വിദ്യാലയങ്ങളുണ്ട്, ടൗൺ ഉണ്ട്, എല്ലാം തൊട്ടടുത്ത്. ബസ് റൂട്ട്, ഹൈവേ ഒക്കെ തൊട്ടടുത്താണുള്ളത്. പരിസരത്തൊക്കെ അയൽപക്കം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാ ആളുകളും ഒന്നിച്ച് താമസിക്കുന്ന, ഇടകലർന്ന് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അതൊരു ബാത്റൂം ഉണ്ട്, പുറത്ത് സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്, ഒരു വാഷ് ബേസ് ഒക്കെ അവിടെ ഇങ്ങനെ കാണാം. നമ്മുടെ ഈ വീട്ടിലെ സൗകര്യം എന്ന് പറയുന്നത് സിറ്റ് ഔട്ട്, ഹാള്, അതുപോലെ 3 ബെഡ്റൂം, 2 ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സൗകര്യം. വീടിന്റെ ബാക്കിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്തേക്ക് കണ്ടില്ല, നല്ല ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അലക്കിയത് ആറിയിടാനും വിറക് വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ കിണറാണുള്ളത്. വെള്ളത്തിന് പിന്നെ നല്ല സൗകര്യമാണ്, എപ്പോഴും വെള്ളം ഉണ്ടാവും, ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ കണ്ടില്ല, നല്ല ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ബാക്ക് സൈഡിലൊക്കെ. അലക്കുകല്ലൊക്കെ സൈഡിൽ ഇങ്ങനെ കാണാം. നേരെ വീടിന്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം. സിറ്റ് ഔട്ടിന്റെ ഭാഗമൊക്കെയാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ല, ഫില്ലറിലൊക്കെ നല്ല പെയിന്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ ചുമരിലൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി പെയിന്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞാല് ലിവിങ് ഏരിയ. ലിവിങ്ങിലൊക്കെ കണ്ടില്ല, ചുമരിലൊക്കെ നല്ല വെറൈറ്റി പെയിന്റ് ആണ്, നല്ല ഭംഗിയുണ്ട് എല്ലാ വർക്കുകളും. ലിവിങ് കഴിഞ്ഞാല് പിന്നെ ഇത് ഡൈനിങ്ങിന്റെ ഭാഗമാണ് കാണുന്നത്. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ്. ഡൈനിങ്ങിലും കണ്ടില്ല, ചുമരിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പഴക്കമില്ലാത്തൊരു വീടാണ്. ഏകദേശം ഒരു 4 വർഷം മാത്രമാണ് പഴക്കമുള്ളത്. ഇത് വീട്ടിലെ 1ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഫ്ലോറൊക്കെ അതുപോലെ നല്ല മാർബോണൈറ്റ്, നല്ല ഭംഗിയുള്ള മാർബോണൈറ്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിതൊരു വാഷ് ബേസ് ഒക്കെ ഉണ്ട്. ഇത് 2 ബെഡ്റൂമിന്റെ ഇടയിലുള്ള ഭാഗമാണ് കണ്ടത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ്. ഇവിടെ മുകളിൽ നമുക്ക് ഡ്രസ്സുകൾ വെക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. കിച്ചന്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണൊക്കെ കണ്ടില്ല, നല്ല വൃത്തിയുള്ള വർക്കുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സ്ലാബിലാണെങ്കിലും ഇതിന്റെ ഫ്ലോറിലൊക്കെ നല്ല ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഒക്കെ വലിയ വർക്ക് ഏരിയ ആണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർക്ക് ഏരിയയിലാണ് നമുക്ക് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്, പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീടിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ 40 ലക്ഷം രൂപയാണെങ്കിലും വിലയൊക്കെ കുറയും. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. നല്ല സൗകര്യമാണുള്ളത്, എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരു 250 മീറ്ററിൽ നമുക്ക് ഹൈവേയും ടൗണും എല്ലാം വരുന്നുണ്ട്. അതുപോലെ വയനാട് ജില്ലയിലെ ചുണ്ടയിലായതുകൊണ്ട് നമുക്ക് ആ വയനാടിന്റെ ആ കാലാവസ്ഥ, ആ തണുപ്പും കോടയൊക്കെ നല്ല ലഭിക്കുന്ന ഒരു ഭാഗമാണ്. വൈത്തിരി കഴിഞ്ഞാല്, ലക്കിടി കഴിഞ്ഞ് വൈത്തിരി കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് ചുണ്ട വരുന്നത്. അപ്പോൾ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ആവശ്യക്കാർ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.